ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നൈനുടെയും ആദർശിന്റെയും അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ലൈക്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇത് ഇന്ന് നാളെ വരുന്ന വിശേഷമല്ല. ഇന്ന് നാളെ വരുന്ന വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് അപ്കമിംഗ് വിശേഷമാണ്, വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ടു വന്നു, തിരിച്ചു കൂട്ടിക്കൊണ്ടു വന്നു കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ നവ്യയുടെ കൂടെയാണ് കനകദുർഗ നയനയും കൂടി കൂട്ടിക്കൊണ്ടു പോയതും. അങ്ങനെ കാണാൻ സഹിക്കാതെ നമ്മുടെ ദേവയാനി ഒരുമാതിരിയൊക്കെ ആദർശിനെ കുത്തി തുരത്തി അങ്ങോട്ട് വിട്ടു നമ്മുടെ നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ. അങ്ങനെ നയന തിരിച്ച് വീട്ടിലെത്തി. നയനയ്ക്കും അപ്പോഴാണ് സത്യത്തിൽ ആശ്വാസമായത്. അപ്പൊ ഇതിനിടയിൽ അനാമിക ചെയ്തു വെച്ച ചെറിയൊരു കള്ളത്തരമുണ്ട്. ചെറിയ കള്ളത്തരം അല്ല കേട്ടോ, വലിയൊരു കള്ളത്തരം. അനാമികയ്ക്ക് എങ്ങനെയെങ്കിലും പൈസയൊക്കെ കുറച്ച് വേണം. നമ്മുടെ നന്ദുവിനെ ഒരിക്കലും SI ആക്കാന് ഒരിക്കലും നമുക്ക് നമ്മുടെ അനാമികയ്ക്ക് അത് സഹിക്കുന്ന കാര്യമല്ല. നമ്മുടെ അനാമിക അല്ല കേട്ടോ, ഞാൻ പറയുമ്പോൾ നമ്മുടെ വന്നു പോകുന്നതാണ് കേട്ടോ. അപ്പൊ അനാമികയ്ക്ക് സഹിക്കുന്ന കാര്യമല്ല. അപ്പൊ അനാമിക വേണുവിനെ കൊണ്ട് കുറച്ച് കൊട്ടേഷനൊക്കെ കൊടുത്ത് നന്ദുവിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ കുറച്ച് പൈസ വേണം. അതുകൊണ്ടാണ് നയനയുടെ ആഭരണങ്ങളൊക്കെ നയന ഇല്ലാത്ത സമയത്ത് നയനയുടെ ലോക്കറിൽ കയറി എടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ നയന വന്ന് നോക്കുമ്പോഴത്തേക്ക് നയനയുടെ ആഭരണം കാണുന്നില്ല. നേരെ എന്ത് ചെയ്യും, നമ്മുടെ നയന വല്ലാതെ പേടിച്ചിട്ട് ദേവയാനിയോട് പോയി കാര്യങ്ങൾ പറയുകയാണ്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. അങ്ങനെ ഈ ഒരു സ്വർണ്ണാഭരണം കാണാതെ പോയതിന്റെ പേരിൽ അനന്തപുരി തറവാട്ടിൽ വലിയൊരു പ്രക്ഷോഭണം തന്നെ സൃഷ്ടിക്കുകയാണ് അനാമിക. അതായത് പറയുന്നത് പ്രക്ഷോഭം അല്ലേ, സോറി, പ്രക്ഷോഭം സൃഷ്ടിക്കുകയാണ് അനാമിക. അപ്പൊ അനാമിക പറയുന്നത് നയന എടുത്തുകൊണ്ട് പോയി, നയന തന്നെയാണ് ഈ സ്വർണം കൊണ്ടുപോയിട്ടുള്ളത്, അല്ലാതെ ഇവിടെ വേറെ ആരെടുക്കാനാണ്, വേറെ ആർക്കാണ് ഇവിടെ സ്വർണത്തിന്റെ ആവശ്യം? എനിക്ക് ആവശ്യത്തിലേറെ സ്വർണം എൻ്റെ വീട്ടുകാർ തന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ എല്ലാവർക്കും സ്വർണ്ണമുണ്ട്, പിന്നെ ആർക്കാ സ്വർണം? അപ്പൊ അത് നയന തന്നെയാണ് എടുത്തുകൊണ്ട് പോയത് എന്ന് അനാമിക വരുത്തി തീർക്കുകയാണ്. അപ്പം ജലജയും ജാനകിയും ഒക്കെ അതിന്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ജലജ പറയുന്നുണ്ട്, അല്ലെങ്കിലും അവളും അവളുടെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഭ്രാന്തല്ലേ, കാണാതെ കിടന്ന സാധനമല്ലേ, കണ്ടു കഴിയുമ്പോൾ ഏതായാലും ഒരു കൊതി ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ ഇതൊക്കെ കണ്ട് മടുത്ത് കിടക്കുന്നതല്ലേ. അപ്പൊ ഇവള് തന്നെ തന്ത്രപൂർവ്വം ഇവളുടെ വീട്ടിൽ കൊണ്ടുപോയതായിരിക്കും. ആ ഒരു സമയത്ത് ഇവളെയും കൂടെ ഇവളുടെ അമ്മ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ, ആ 7ാം മാസത്തെ ചടങ്ങിന്റെ ഇടയ്ക്ക് കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ അതിലെന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പം നയന പറഞ്ഞു, നിർത്തുന്നുണ്ടോ, നിങ്ങൾ കൂടുതൽ വളഞ്ഞ് മൂക്കിലൊന്ന് പിടിക്കാൻ ശ്രമിക്കൊന്നും വേണ്ട. എൻ്റെ വീട്ടുകാർക്ക് എനിക്ക് പൈസ കൊടുക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം എടുത്തോ അല്ലെങ്കിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന പണമോ ഒന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ സമ്പാദിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം കൊടുത്താലും എൻ്റെ വീട്ടുകാർക്ക് നല്ല സുഖമായിട്ട് ജീവിച്ചു പോകാം. ഇതിപ്പം ഞാൻ എന്തിനു കൊണ്ട് കൊടുക്കണം? അല്ല, എൻ്റെ വീട്ടിലേക്ക് നവ്യേച്ചി പോയിട്ടുണ്ട്, നവ്യേച്ചിയുടെ കഴുത്ത് നിറയും അതുപോലെ മുത്തശ്ശി കൊടുത്ത ആഭരണങ്ങളൊക്കെ ഉണ്ട് കയ്യിൽ, അതൊക്കെ പോരെ? പിന്നെ ഇതിനെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ ലോക്കറിൽ നിന്ന് എൻ്റെ സ്വർണം തന്നെ എടുത്തുകൊണ്ട് പോകേണ്ട കാര്യം എനിക്കുണ്ടോ എന്ന് പറയുമ്പോ, പിന്നെ എത്ര കിട്ടിയാലും നിനക്ക് തികയത്തില്ലല്ലോടി, നിന്റെ അമ്മയ്ക്ക് സ്വർണ്ണപ്രാന്തല്ലേ, സ്വർണ്ണപ്രാന്ത്. അല്ലെങ്കിലും എനിക്കറിയാം നിന്റെ അമ്മ പണ്ട് മുതലേ സ്വർണ്ണപ്രാന്തിയാന്ന്. കണ്ട ചെറുക്കന്മാരുടെ എല്ലാം പുറകെ പെണ്ണുങ്ങളെ വിട്ട് ഏതെങ്കിലും വലിയ പണമുള്ള വീട്ടിൽ നിന്ന് കെട്ടണം എന്ന് പറഞ്ഞ് നാഴിക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്നല്ലേടി അവള്. അവക്ക് സ്വർണത്തിനോടല്ലാതെ പിന്നെ എന്തിനോടാടി ആർത്തി? അവക്ക് സ്വർണത്തിനും പണത്തിനോടും ആർത്തി തന്നെ, അത്യാർത്തി. അതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവയാനി കുറേ കേട്ടോണ്ട് നിന്നിട്ട് ദേവയാനിക്ക് സഹി കേട്ടു കേട്ടോ. ദേവയാനി പറഞ്ഞു, നിർത്തുന്നുണ്ടോ നിങ്ങളെന്ന്? നിങ്ങൾ എന്തിനാ കാര്യമില്ലാത്ത കാര്യത്തിന് ഒരാളെ കുറ്റപ്പെടുത്തുന്നത്? ഇതിപ്പോ ആരാ സ്വർണം എടുത്തതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ല, അനാമികയ്ക്ക് അറിയാമോ? അനാമിക കണ്ടോ? അതുപോലെ ജലജ കണ്ടോ? ജാനകി കണ്ടോ? ഇവിടെ ആരും ആരാ സ്വർണം എടുക്കുന്നതെന്ന് കണ്ടിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോലീസിനെ വിളിച്ചു വരുത്താം. പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് ഇനിയിപ്പം അകത്തുള്ളവർ തന്നെ എടുക്കണമെന്നുണ്ടോ? പുറത്തുള്ളവർ എടുക്കത്തില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അനാമിക പറയുന്നത്, അതിന് പുറത്തുള്ളവരെടുക്കാൻ മാത്രം പുറത്തുള്ളവർ ആര് വന്ന് എടുക്കാനാ? ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉള്ളതല്ലേ. കള്ളന്മാർക്ക് എന്ത് സെക്യൂരിറ്റി ഉണ്ടെങ്കിലും പഠിച്ച കള്ളന്മാരാണെങ്കിൽ എങ്ങനെയൊക്കെ ആണെങ്കിലും എടുത്തോണ്ട് പോകും. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോലീസിനെ അറിയിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പോലീസ് വരണം. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ മാറി ഓരോന്ന് പോകും, മാറ്റി വിടും. ഒന്ന് നമ്മൾ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഈ കേസ് ഒന്ന് കൊടുത്തിട്ടേ ഉള്ളൂ എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയും. ആകപ്പാടെ പേടിച്ചു പോയിട്ടു അനാമിക.
അനാമികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അനാമിക മുഖം കാണുമ്പോൾ അറിയാം ആകെ മൊത്തം വേർത്ത് കുളിക്കുകയാണ്. അപ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ ജല ചോദിച്ചു, എന്ത് പറ്റി അനാമിക മോളെ? അനാമിക മോൾക്ക് വല്ലാത്ത വേർപ്പാണല്ലോ, എന്ത് പറ്റി? ക്ഷീണം വല്ലതും ഉണ്ടോ? എന്താ വേർപ്പിന്റെ വല്ല അസുഖം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, ഹേ ഇല്ല. ഓ എന്തൊരു ചൂട്, എന്തൊരു ചൂട്! ഇപ്പൊ എ സിയുടെ ചൂട് പോലും ഏൽക്കുന്നില്ല, അത്രയ്ക്ക് ഉഷ്ണമാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് ദേവയാനി ചോദിച്ചു, അതുകൊണ്ടായിരിക്കും അല്ലേ കഴിഞ്ഞ ദിവസം മോള് വെളിയിൽ പോയി നിന്ന് കാറ്റ് കൊണ്ടത് രാത്രി? അത് ഞാൻ വല്യമ്മയോട് അന്നേ പറഞ്ഞതല്ലേ. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പോയി കാറ്റ് കൊണ്ടത്. ഓ എന്തൊരു ചൂട്, എന്തൊരു ചൂട് എന്നും പറഞ്ഞ് അതില് മാറിപ്പോവുകയാണ് അവിടെ നിന്ന്. ഏതായാലും ഈ സമയത്ത് നമ്മുടെ വേണുവിനെയും രേവതിനെയും ഫോൺ വിളിക്കുക. അച്ഛാ ഇങ്ങനെയാണ് സംഭവം, ഏതായാലും സ്വർണം വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോളെ സ്വർണം വിൽക്കുകയും പണയം വെക്കുകയൊക്കെ ചെയ്തു. അതിനിപ്പോ എന്ത് ചെയ്യാനാണ്? വിൽക്കുകയും പണയം വെക്കുകയും മാത്രമല്ല നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുകയും ചെയ്തു. ചുമ്മാ കയ്യും കാലും ഒടിച്ചിടാനല്ല, 10-25 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കൊട്ടേഷന് അവരേറ്റത്. അല്ല ഈ 25 ലക്ഷം രൂപ കൂടുതൽ അച്ഛന് കിട്ടി കാണൂലോ. എവിടുന്ന് 25 ലക്ഷം രൂപ പോലും കിട്ടിയില്ല മോളെ. എന്ത് ചെയ്യാനാ? ബാക്കി പിന്നെ ഞാൻ കടം പറഞ്ഞു. അച്ഛാ വെറുതെ നുണ പറയരുത് കേട്ടോ. ഇപ്പൊ സ്വർണത്തിന്റെ വില അനുസരിച്ച് തനി തങ്കമാണ് ഞാൻ തന്നിരിക്കുന്നത്, 916. ആ വില അനുസരിച്ച് അതൊരു 19 ലക്ഷം രൂപയുടെ മുതലെങ്കിലും ഉണ്ട്. കറക്റ്റ് തൂക്കം എനിക്ക് അറിയത്തില്ലെങ്കിലും എനിക്കും ഏകദേശം സ്വർണത്തിന്റെ കണക്കുകളൊക്കെ അറിയാം. അച്ഛനെ പറ്റിക്കൊന്നും വേണ്ട, ബാക്കി പൈസ എന്റെ പേരിൽ ബാങ്കിലിട്ടോണം എന്ന് പറയപ്പം അത് പിന്നെ മോളെ എനിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഈ അച്ഛനെ വീട്ടണ്ടേ? കടം 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 എന്ന് പറഞ്ഞ് ഞാൻ കേട്ട് മടുത്തു. ഇതെന്താ അച്ഛനും അമ്മയ്ക്കും ഇതിന് മാത്രം ചെലവ്? ഇപ്പൊ ഞാൻ അവിടെ ഇല്ല, എനിക്ക് നിങ്ങളൊന്നും മേടിച്ചു തരുന്നില്ല, പിന്നെ എന്ത് ചെലവാ അച്ഛനുള്ളത്? ഇനിയിപ്പോ അച്ഛനെ വേറെ ഭാര്യയും മക്കളും വല്ലതും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മോൾ എന്ത് സംസാരമാണ് സംസാരിക്കുന്നത്? അല്ല ഈ കണക്കിന് പോയിട്ടുണ്ടെ അച്ഛന്റെ ചെലവ് കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് വേറെ കുടുംബവും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ടെന്ന് തോന്നി പോകുന്ന ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഫോൺ മേടിച്ചിട്ട് അങ്ങനെ പറ മോളെ, എനിക്കും കുറച്ച് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്റെ അച്ഛന്റെ പോക്കെ അത്രയ്ക്ക് ശരിയൊന്നുമല്ല. നിന്റെ അച്ഛൻ എവിടെയാ പോകുന്നത്, എന്തിനാ പോകുന്നതെന്നൊന്നും അറിയത്തില്ല. അത് മാത്രമല്ല അനാവശ്യമായ പൈസ ചെലവോ. അപ്പൊ എനിക്കും ചെറിയ ഡൗട്ടുണ്ട്, നിന്റെ അച്ഛന് വേറെ വല്ല കുട്ടിയും കുടുംബങ്ങളും ഒക്കെ ഉണ്ടോന്ന്. അമ്മയൊന്ന് സൂക്ഷിച്ചോ, അതാകാനേ ചാൻസ് ഉള്ളൂ. ഇനിയിപ്പം പെണ്ണ് കേസ് മാത്രമേ അച്ഛന്റെ തലയിൽ വരാനുള്ളൂ, ബാക്കി എല്ലാ കേസും വന്ന് തൃപ്തിയായിട്ടിരിക്കുകയാണല്ലോ. ദയവ് ചെയ്ത് നാറ്റിക്കരുതെന്ന് പറയണം. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ആ വഴിക്ക് പൊക്കോളാൻ പറഞ്ഞേക്കണോ അച്ഛനോട്. ഏതായാലും ഇനിയിപ്പോ ഇവിടത്തെ പ്രശ്നം എന്താവും എനിക്ക് അറിയില്ലമ്മേ. പോലീസിന് കേസ് കൊടുക്കാൻ പോവാന്നാ പറയുന്നത് കേട്ടത്. ഇനി പോലീസ് ഇവിടെ വരികയോ പോലീസ് നായി ഇവിടെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ദൈവമേ എനിക്കൊക്കെ പേടിയാവുക. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട് വിട്ടാലോ എന്നാ ഇപ്പൊ ആലോചിക്കുന്നത്. അയ്യോ മോളെ നീ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. പോലീസ് അനന്തപുരി തറവാട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചിലപ്പം നിന്നെയും അതുപോലെ തന്നെ അവിടെ ആരാന്നൊക്കെ എടുത്തതെന്ന് അറിയാൻ വേണ്ടി പേടിപ്പിക്കുന്നതായിരിക്കും. അല്ലാതെ മോള് പേടിക്കൊന്നും വേണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമികേനെ രേവതി സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ നയന നേരെ നവ്യേനെ വിളിക്കുകയാണ്. അങ്ങനെ നവ്യേനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നവ്യല്ല എടുത്തത്, കനകദുർഗയാട്ടോ എടുത്തപ്പം കനക ഫോൺ എടുത്തിട്ട് എന്താ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അമ്മ ഇവിടെ സ്വർണം കാണാനില്ല, എൻ്റെ ലോക്കറിലിരുന്ന ഒരു തരി സ്വർണം പോലും ഇപ്പൊ അവിടെ ഇല്ല. അത് മാത്രമല്ല കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അല്ല എത്ര രൂപയാ അത് പിന്നെ കറക്റ്റ് കണക്ക് എനിക്ക് അറിയത്തില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് പൈസ അതിനകത്ത് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പൊ കാണുന്നില്ല. ഏതായാലും അമ്മ പറഞ്ഞിരിക്കുന്നത് പോലീസിനെ അറിയിക്കണമെന്നാണ്. അയ്യോ മോളെ ആ പൈസ ആരെടുത്തോണ്ട് പോകാനാ? അതും മോൾ ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് ആ പൈസ പോയി എന്ന് പറഞ്ഞാല് അതൊക്കെ ശരിയാ, അതിനി അറിയില്ല ആരാ എടുത്തതെന്നൊന്നും. ഏതായാലും ഇവിടെ 2-3 പേരുണ്ടല്ലോ എന്നെ സംശയിക്കുന്ന, ഇതിനും കുറ്റം കണ്ടുപിടിക്കുന്ന. അവരിപ്പം എന്നെയാ സംശയിക്കുന്നത്. ഞാനും അമ്മയും നവ്യൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ നീ പൈസ എടുത്തോണ്ട് പോയതെന്നും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയോ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി ഈ പൈസ ഞാൻ വിനിയോഗിച്ചെന്നൊക്കെ ഇവിടെ പറയുന്ന. അല്ല എന്നിട്ട് നിന്റെ അമ്മായിയമ്മ ഇത് വിശ്വസിച്ചോ? അമ്മ ഇത് വിശ്വസിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മ ഇത് വിശ്വസിക്കില്ലല്ലോ, നിന്നെ ഇപ്പൊ അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമാണല്ലോ. അമ്മ എന്താ പറയുന്നത്? എന്നെ ഇപ്പം അമ്മയ്ക്ക് ഇഷ്ടമാണെന്നോ? ആദർശേട്ടൻ്റെ അമ്മയ്ക്കോ? അല്ല ഇപ്പം ആദർശിനെ ഇഷ്ടമാണല്ലോ, അപ്പൊ അതുകൊണ്ട് നിന്നെ ഇഷ്ടമുള്ള രീതിയിലാണല്ലോ നിന്നോടും പെരുമാറുന്നത്. പഴയ പോലെ അല്ലല്ലോ എന്നാ മോളെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ തിരുത്തി പറയുകയും ചെയ്തു നമ്മുടെ കനകദുർഗ. ഏതായാലും ഈ സമയത്താണെങ്കിൽ ജലജയും അതുപോലെ തന്നെ ജാനകിയും കൂടെ നമ്മുടെ നയനയെ കുറ്റപ്പെടുത്താൻ വരികയാണ്. നീ ഒറ്റ ഒരുത്തി ഈ വീട്ടിൽ കയറി വന്നപ്പോൾ തുടങ്ങിയ
മോഷണമാ, നീ ഇവിടെ എന്ന് കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് മുതൽ അത് ഇത് കാണാതെ പോകുക എന്നും പറഞ്ഞ് തുടങ്ങിയതാന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഇളയമൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഇവിടെ കാല് കുത്തിയപ്പോഴാണോ അതോ ഇളയമ്മയുടെ പുന്നാര മരുമകൾ ഇവിടെ കാല് കുത്തിയപ്പോഴാണോ അതും ഇതും കാണാതെ പോകുക മോഷണം പോകുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇതായി തുടങ്ങിയത്? അതൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നീ എന്താ പറയുന്നത്? എന്റെ അനാമിക മോള ഇതൊക്കെ എടുത്തതെന്നാണോ? ഞാൻ ആരാ എടുത്തതെന്നൊന്നും പറഞ്ഞില്ല, എനിക്കറിയില്ല ആരാ എടുത്തതെന്ന്. കാണാത്ത കാര്യം കണ്ടു എന്നൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. ഏതായാലും അമ്മ പോലീസിനെ വിളിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ, പോലീസിനെ വിളിക്കട്ടെ. പോലീസിനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും പോലീസ് ആരാ പൈസ എടുത്തതെന്ന് എന്തായാലും കണ്ടെത്തിക്കോളും. ഇനിയിപ്പം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് നായ വന്നെങ്കിലും കണ്ടെത്തിക്കോളും. പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ. പോലീസ് എടി ഇന്നേക്ക് ഇതുവരെ ഈ അനന്തപുരി തറവാട്ടിൽ പോലീസ് കയറിയിട്ടില്ലടി. പോലീസ് കയറിയിട്ടില്ല, പക്ഷെ ഈ പോലീസ് എന്ന് പറയുന്നത് പേടിക്കാനുള്ളതോ അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ പോലീസ് കയറി ഓർത്തുകൊണ്ട് ഈ വീട് അശുദ്ധമൊന്നും ആകുന്നില്ലല്ലോ. അല്ലെങ്കിലും നീതി നടപ്പിലാക്കാനും ഒക്കെ ഉള്ളതാണ് പോലീസുകാര്. അതുമാത്രമല്ല, ഏത് അങ്ങേയറ്റം വരെ പോയാലും ഒരു കുറ്റവാളികൾ പോലും രക്ഷപ്പെടാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നവരും അവരെ അതിനുവേണ്ടിയാണ് അവരെ ജനസമൂഹം അതിനുവേണ്ടിയാണല്ലോ നമ്മളൊക്കെ അവരെ പോലീസുകാരാക്കി മാറ്റുന്നത്. അപ്പൊ പിന്നെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇവിടെ ഇത് ഇന്നേ ദിവസം വരെ എന്തൊക്കെ കാണാതെ പോയിട്ടുണ്ടോ, എന്തൊക്കെ കളവ് പോയിട്ടുണ്ടോ അതിനൊക്കെ ഉത്തരം പറയും അവര്. ഏതായാലും ഒരു പോലീസ് കേസ് കൊടുത്തു കഴിയുമ്പം പിന്നെ പുറകിലുള്ള ബാക്കി കേസുകളും അന്വേഷിക്കാം. പാലിൽ വിഷം കലർത്തിയത്, അതുപോലെ ഒരു നെക്ലേസ്, അനാമികയുടെ നെക്ലേസ് പോയത്, അങ്ങനെ എത്രയെത്ര കേസുകൾ, അതൊക്കെ ഒന്ന് അന്വേഷിക്കാം. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് തെളിയട്ടേന്നേ, ഇതൊക്കെ ആരാ ചെയ്തതെന്നറിയാലോ എന്നൊക്കെ പറയാം. അപ്പൊ ഇത് വീണ്ടും നമ്മുടെ അനാമിക കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികയ്ക്ക് പേടിയായി. അപ്പൊ അനാമിക പതുക്കെ നമ്മുടെ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല വല്യമ്മ എന്തിനാ ഈ പോലീസിൽ കേസ് കൊടുക്കാന്നൊക്കെ പറയുന്നേ? അതൊക്കെ നാണക്കേടല്ലേ? പോലീസ് കേസ് കൊടുത്താല് പിന്നെ പോലീസ് കയറി ഇറങ്ങും. മീഡിയക്കാരുടെ കാര്യം അറിയാലോ. നമ്മുടെ ജൂവലറിയൊക്കെ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. മോഷണം നടന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല, അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും, കുടുംബത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ അടവും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അനാമിക. ഇതിൽ ചെറിയൊരു സംശയമൊക്കെ ഇതിനിടയ്ക്ക് നമ്മുടെ ദേവയാനിക്ക് തോന്നുകയാണ്. അന്ന് രാത്രി എന്തിനായിരിക്കും അനാമിക വെളിയിൽ കാറ്റ് കൊള്ളാനാന്നും പറഞ്ഞ് ഇറങ്ങിയത്? അന്ന് ആരോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതാരായിരിക്കും? ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ആയിരിക്കുമോ? ഇനി ഇവള് തന്നെയാണോ പൈസ എടുത്തത് എന്നൊക്കെ ഒരു ചെറിയ സംശയമൊക്കെ ഉണ്ട് ദേവയാനിക്ക്. അതിലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.